ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ബിൽ പോകാൻ പോകണം ഗൈസ്. കുറച്ച് കഴിയുമ്പോഴേക്കും ആകാശം ബിൻസൊക്കെ വരും. എന്നിട്ട് നമ്മൾ പബ്ബിൽ പോകാൻ പോകണം ഗൈസ്. അപ്പൊ ഇനി പബ്ബിൽ കാണാം. ഫ്ലാഷ് ബാക്ക്. നിനക്ക് ഈ പബ്ബില് യൂട്യൂബ് ഇടാൻ എന്താ ഇത്ര ഇൻട്രസ്റ്റ്? വേറെ കാര്യങ്ങളൊന്നും ഇല്ലേ ലോകത്ത്? വേറെ എന്തൊക്കെ കാര്യങ്ങളാണ്? എനിക്ക് ഈ പബ്ബ് മാത്രമുള്ള കാനഡയിൽ യൂസ്ഫുൾ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? വയ്ക്കാൻ ഇട വരത്തില്ല എൻ്റെ അച്ചു. ഇത്രയും നാളൊരു നല്ല പേരുണ്ടായിരുന്നു. അവൻ അവിടെ പോയി പബ്ബിൽ നടക്കണേണെന്ന് പറയും. നല്ല കാര്യമുണ്ട്. ആദ്യ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞല്ല പിന്നെ ഇത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഞാൻ കാര്യമായി ചിന്തിച്ചു ഗൈസ്. ഞാൻ ഇരുന്ന് ചിന്തിച്ചു ഗൈസ്. കുത്തിയിരുന്ന് ചിന്തിച്ചു, കിടന്ന് ചിന്തിച്ചു ഗൈസ്. അറ്റ് ലാസ്റ്റ് എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ നമ്മുടെ അനലിറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്തു ഗൈസ്. ലില്ലു വാസ് റൈറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയാണ് എനിക്ക് ഈ ചാനലിൽ കുറച്ചധികം പ്രൊമോഷൻ തന്നത്. അതുകൊണ്ട് തന്നെ മമ്മിയുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും അതുപോലെ മമ്മിയുടെ ഗ്യാങ്സിൻ്റെ മമ്മിയുടെ ഹോമീസിൻ്റെ അടുത്തേക്ക് കുറച്ചധികം സെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വേറൊരു സംഭവം ശ്രദ്ധിച്ചു. എന്താന്ന് വെച്ചാൽ എൻ്റെ ഓഡിയൻസ്, ഞാൻ അനലിറ്റിക്സ് നോക്കിയപ്പോൾ മമ്മി പറഞ്ഞതിലും കാര്യമുണ്ട്. എൻ്റെ ഇപ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ ശരിക്കും വിചാരിച്ചത് കുറച്ച് യങ്സ്റ്റേഴ്സിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. മീൻസ് നമ്മുടെ ഒരു ഏജ് കാറ്റഗറിയിൽ ഫോക്കസ് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടും. പക്ഷെ എൻ്റെ ഓഡിയൻസിൽ അത് ആകെ 20% ഉള്ളൂ. ബാക്കിയുള്ള ഫുള്ള് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മൾ ഈ പാർട്ടി ഈ പരിപാടി വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഗൈസ്, എനിക്ക് ഇപ്പോ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മീൻസ് എല്ലാരെ പറ്റിയല്ലോ കേട്ടോ ഞാൻ പറഞ്ഞു. എന്റെ മമ്മിയെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിധത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തുകൊണ്ട് നമ്മൾ ഈ പബ്ബിലൊക്കെ പോകണേ, എന്തിനു ഇവന്മാരി പോണേ, അവിടെ എന്തോ ഒരു സംഭവം നടക്കുക, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് ഉള്ളത്. ഇത് നമ്മുടെ സോഷ്യൽ ലൈഫിന്റെ ഒരു പാർട്ടാവുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഈ പബ് എന്നുള്ളൊരു സംഭവം കയറി വരുന്നത്, അത് നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പബ് തരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. അതുപോലെ തന്നെ ടൊറന്റോ നൈറ്റ് ലൈഫ് എന്താണ്, ടൊറന്റോയിൽ ഒരു വെള്ളിയാഴ്ച നൈറ്റ് സംഭവിക്കുന്നത്. അപ്പൊ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മള് ഇപ്പൊ ഇന്നത്തെ പരിപാടി തുടങ്ങുകയാണ്. പബ്ബിലേക്ക് പോവാണ്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കണം. പിന്നെ ഇപ്പോ ആകാശിനെയും നാദിറിനെയൊക്കെ ഒന്ന് പിക്ക് ചെയ്യണം. ടീംസ് എത്തിയപ്പോ പിന്നെ ഓണാണ് ഫുള്ള് വീക്കെൻഡ്. അപ്പോ ഇനി ഒരുമയെ കാണാം ഗൈസ്. Few moments later. ഗൈസ്, നമ്മുടെ പബ് എന്നുള്ള പ്ലാൻ ഖുദാഹവ. നമ്മളെ പബ്ബിൽ പോകുന്നില്ല ഗൈസ്. യെസ് ഗൈസ്, നിങ്ങൾ ഞെട്ടിയില്ലേ? പേടിക്കണ്ട, ഞാനും ഞെട്ടി. ആകാശിന് കലശലായ വയറുവേന, അതുകൊണ്ട് ഞങ്ങള് പോകുന്നില്ല. അതേ കിട്ടിയില്ല. നമ്മൾ കാണിക്കാതിരിക്കരുത്. നമ്മൾ ഒത്തിരി സെലിബ്രിറ്റി ആണ്. അതിനെ പറ്റി നമ്മൾ അപവാദങ്ങളൊന്നും പറയാൻ പാടില്ല. ഈ കാണുന്ന പയ്യൻ ഇവിടുത്തെ ഏറ്റവും സ്വൽസ്ഭാവിയും നല്ലൊരുമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നിങ്ങൾ ഇവനെ പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. സ്പെഷ്യൽ മെൻഷൻസ്. ഇനിയിപ്പോ പബ്ബൊന്നും ഉണ്ടാവില്ല. എന്താ സംഭവിക്കാൻ പോണെന്ന് എനിക്കും അറിയാൻ പാടില്ല. എന്നാലും സംഭവിക്കുന്ന അടുത്ത ഷോട്ടിൽ കാണാം. റോഡ് കാണും കുറച്ച് സംഭവിക്കാൻ പോകുന്നത് ആകാശിന്റെ അടുത്ത്. ആകാശ് എന്ത് വേടേ എന്നെ എവിടെയൊക്കെ അറിയത്തില്ല. ഇതേ സംഭവം കിട്ടിയ നൈസായിരിക്കും. ഇത് തന്നെ കണ്ടാ പോകണം. അയ്യോ, അത് മിസ്സായി. ഇതൊന്നും ഇല്ലാതെ ഞാനും ഫുഡില്ലെങ്കിൽ ഞാനില്ല. ഞാനും അൽജോടെ ഇങ്ങനെ വിഷമത്തിലിരിക്കുകയാണ്. ഞങ്ങളാണെങ്കിൽ നൈസായിട്ട് പബ്ബിൽ പോയി പബ് കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിരിക്കുകയാണ്. പുതിയ ഷർട്ടാണ്. ഷർട്ട് വരെ വാങ്ങിച്ചു. എന്റെ പ്രൈസ് ടാഗ് ഒക്കെ പൊടിച്ചല്ലേ. ഞാൻ എന്നോക്കടാ, ഞാൻ താടിയെ കുടിച്ചിട്ടുണ്ടോ? സെറ്റാണ്. ആ സമയത്ത് എനിക്കും ഒരു പിടുത്തമില്ല. ലൈക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമോ, പബ്ബിൽ പോകുന്നുണ്ടോ, എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും നമ്മൾ ആകാശിൻ്റെ അടുത്ത് പോയിട്ട് വേണം ഇനി ഫിഗർ ഔട്ട് ചെയ്യാം.
എന്തായാലും എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോടെ നമ്മൾ ആകാശിൻ്റെ വീട്ടിലേക്ക് വിട്ട് പിടിക്കുകയാണ് ഗൈസ്. വിട്ട് ഗൈസ് അങ്ങനെ നിങ്ങളുടെ ജീവനോടെ വീട്ടിലെത്തി ഗൈസ്. പീസ് ഔട്ട്. എല്ലാരും ഹല്ലേലൂയ പറ. അത് ബ്രേക്കിന്റെ ആയിരിക്കുമല്ലേ? അവിടെ പൊളിച്ചോ അത്. ഓ ഫ്ലാഷ് ഓണല്ലേ? പൊളിച്ചു ബ്രോ പിടി. അപ്പൊ ഗൈസ് നമ്മൾ ആകാശിന്റെ വീട്ടിലെത്തി. ആകാശ് ബീൻസ് ഷോർട്ടായിട്ട് എടുക്കാം. 1 hour later. സർപ്രൈസ്, നമ്മുടെ ശരിക്കും പാർട്ടിക്ക് കയറുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ പാർട്ടിക്ക് കയറുകയാണ് ഗൈസ്. ഇപ്പൊ ID ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ എൻ്റെ ID കാർഡ് ഉണ്ട്. അങ്ങനെ ഗൈസ് ദേ നമ്മുടെ ID ഒക്കെ ചെക്ക് ചെയ്തു. പുള്ളി നമ്മളിപ്പോൾ കയറ്റി വിടും. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കാരണം ഇന്ന് പബ്ബിൽ പോകാൻ പറ്റുമെന്ന്. പക്ഷെ ഞങ്ങൾ കയറി ഗൈസ്. നമ്മൾ പാർട്ടിക്ക് കയറാണ് ഗൈസ്. ഗൈസ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ പബ്ബിൽ കയറി ഗൈസ്. പറയാനില്ല, ഒട്ടും പ്രതീക്ഷയില്ല. എന്തായാലും കയറി. സംഭവം കൊള്ളാട്ടോ. ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പബ്ബിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ടൊറന്റോ ക്യൂൻ സ്ട്രീറ്റിലുള്ള. ഇനി എനിക്ക് എന്തായാലും ഇവിടെ കയറിയ സ്ഥിതിക്ക് എൻ്റെ മമ്മി ചോദിച്ചാലുള്ള ആൻസർ എനിക്ക് പറയാം. വേറൊന്നുമല്ല, എന്തിനാണ് പബ്ബിൽ പോകുന്നത്? പബ്ബിൽ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലെ ഇവിടെ വേറെ ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. കല്യാണ തലേന്നോ അല്ലെങ്കിൽ വേറൊരു സെലിബ്രേഷൻസും ഇല്ല. വേറെ ഗ്യാതറിങ്ങിലൊന്നും പോകാനും വയ്യ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ പറഞ്ഞ ഒരുമിച്ച് ഒരു ദിവസം അത് കിട്ടാന്നുള്ളതും വളരെ റെയറായിട്ടും വളരെ റെയറായിട്ടുള്ള ദിവസങ്ങൾ കിട്ടുമ്പോൾ നമ്മളിതുപോലെ സോഷ്യലൈസ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് പബ്ബുകൾ. ഇവിടെയാകുമ്പോൾ നമുക്ക് ആരുടെ ഇൻവിറ്റേഷനും വേണ്ട, നമുക്കൊരു നോയ്സ് കൺട്രോളും ഇല്ല. അതായത് നോയ്സ് കംപ്ലൈൻറ്റ് ഇല്ല. നമ്മൾ വീട്ടിലൊക്കെ പരിപാടി വെച്ചാൽ ഇവിടെ നോയ്സ് കംപ്ലൈൻ്റ് ആണ്. അതായത് അപ്പം തന്നെ പോലീസ് വിളിക്കും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വരിക, നമ്മളാരെയും ബോധറും ചെയ്യുന്നില്ല, നമ്മൾ എൻജോയും ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. അപ്പൊ ഗൈസ് നമ്മളിന്ന് പബ്ബിൽ നിന്ന് ഇറങ്ങി. പട്ടി ടയർഡെന്ന് പറഞ്ഞാൽ പട്ടി ടയർഡാണ് ഗൈസ്. ഇനി പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്നത് എവിടെയാന്ന് തീരുമാനിച്ചില്ല. മിക്കവാറും ഈ സമയത്ത് ഓപ്പൺ ആയിട്ടുള്ള എവിടെയെങ്കിലും നമ്മൾ പോയി കഴിക്കുന്നതാണ്. നമ്മളിപ്പോ ക്യൂൻ സ്ട്രീറ്റിലാണുള്ളത് ഗൈസ്. ക്യൂൻ സ്ട്രീറ്റിലാവുക. അപ്പോ ഇനി ഫുഡ് കഴിക്കുമ്പോ റെസ്റ്റോറൻറ്റിൽ വെച്ചാണോ? ബിൻസെ തലയൊന്നും മാറ്റടാ, ഞാൻ വ്ലോഗ് എടുക്കട്ടെ. ഈ പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് ഒരു വ്ളോഗറായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് കേട്ടോ. ഒരു സ്ഥലത്ത് വന്നിട്ട് വ്ളോഗറാണോ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നിട്ട് പറഞ്ഞു ഫോണൊക്കെ തന്നു പുള്ളി. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒസ്മോസിലാണ് ഗൈസ്. ഇതാണ് ഇവിടുത്തെ മെനു. ഇവിടെ മെയിൻലി ഈജിപ്ഷ്യൻ ഫുഡാണ്, ലൈക്ക് ഷവർമ, ആ ഒരു ടൈപ്പ് വൈബ്. ഓ സ്പിറ്റ് കണ്ടോ ഗൈസ്. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ ടേബിളിലേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊരു അൾട്ടാസയൊക്കെ പോലെ ആ ഒരു സെറ്റപ്പാണ് ഇവിടുത്തെ ഒസ്മോസ്. എല്ലാവരും നല്ല വിശന്ന് കരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എന്തായാലും ഞങ്ങളന്നപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പുറത്ത് വെച്ച് കാണാം. ഫുഡ് വെച്ച് പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ച ഇതാണ്. അതായത് ആവശ്യത്തിലധികം ബ്ലോക്ക് ഉണ്ട്. അതായത് ഒരു വില്ലേജ് ആഫ്റ്റർ അവേഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ്. 2 സ്ട്രീറ്റ് കാറുകളാണ് കിടക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നതല്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ന് ബ്ലോക്ക് ആയതുകൊണ്ട് ഇത് രണ്ടും ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആഫ്റ്റർ അവേഴ്സ് എല്ലാ പബ്ബുകളും ഏറെക്കുറെ കഴിഞ്ഞു. എല്ലാവരും പുറത്തിറങ്ങി ഇങ്ങനെ ഞങ്ങളൊക്കെ പോലെ തന്നെ ഇങ്ങനെ അവരവരുടെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ വെറുതെ നടക്കുന്നു. ഇതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. ലൈക്ക് നമ്മൾ ചില്ലൊക്കെ ചെയ്ത് പീസ്ഫുള്ളായിട്ട് എന്നാൽ സിറ്റി സെൻറ്ററുമാണ്, ആവശ്യത്തിന് തിരക്കുമുണ്ട്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മളാരും ബോധർ ചെയ്യുന്നുമില്ല, നമ്മളും ആരെയും ബോധർ ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെ വെറുതെ ചില്ല് ചെയ്ത് കിടക്കുക. അതാണ് ഗൈസ് ഈ സിറ്റിയുടെ ബ്യൂട്ടി. അതായത് എല്ലാത്തിനും ഫ്രീഡം ഉണ്ട്. ഇത് കണ്ടോ, മാജിക്കൽ ഷോപ്പാ.
അതായത് നമുക്ക് ലീഗലായിട്ട് എന്ന് മേടിക്കാം. അതായത് ഇവിടെ ആരും നിങ്ങളുടെ ഒരു ഫ്രീഡത്തിന് ഒന്നിനും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ നിങ്ങൾ വേറെ ആരെയും ബോധർ ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ അതായത് ചില്ല് ചെയ്തോളൂ, റെസ്പോൺസിബിളായിട്ട് ചില്ല് ചെയ്തോളൂ. അതായത് നിനക്ക് ഫ്രീഡം ഉണ്ട്, അത് എൻ്റെ മൂക്കിൻ്റെ തുമ്പ് വരെ ഉള്ളൂ. അതാണ് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ലെഷർ ടൈം ഉണ്ടോ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. എല്ലാം നിങ്ങളുടെ തന്നെ സ്വന്തം റെസ്പോൺസിബിലിറ്റി. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ ഷർട്ട് ഉണ്ട്, ഈ 10 സെക്കൻഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്. എല്ലാവരുടെയും കാര്യം എൻജോയ് ചെയ്യണം. ഞങ്ങൾ എൻജോയ് ചെയ്യാം. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. नमस्ते जी, मेरा दोस्तों का होम है अरविंद भाई, അതെ 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 मरिया चाय भाई, उन तन्निല്ല. हरी भाई है। പ്രൊഡക്ഷൻ നമുക്ക് ഫണ്ട് വരട്ടെ, എല്ലാവർക്കും ചായ ഒക്കെ തരും. मेरे को पेरुम्बावूर से भाई, पेरुम्बावूर से आया है, वो कनाडा में काम कर ഞാൻ അടിമച്ചന്തന്ന് മേടിച്ച മണിക്കൂറിന് എത്രയായിരുന്നു? 12 രൂപ. 10 രൂപ 10 രൂപയും ഒരു കുപ്പി മോരും കൊടുക്കും. ലൈൻ കട്ട്